ഓക്കെ ഗൈസ്, നമ്മളൊരു ബൈ പൊസിഷൻ എടുത്തായിരുന്നു ബജാജിൽ. എൻട്രി എന്ന് പറയുന്നത് 6877 ഓക്കെ. ഈ ഒരു ലെവലാണ് എൻട്രി. സ്റ്റോപ്പ് ലോസ് എക്സാക്ട്ലി 6827. ഓക്കെ, 27.5 6827.45. ഓക്കെ. സ്റ്റോപ്പ് ലോസ് സെറ്റാണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, ഈ ഒരു ലെവൽ 6979 ടാർഗറ്റ്. സോ ഇന്ന് നല്ല ബെയറിഷ് ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റി. നല്ല ഫോള് ഏതാണ്ട് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 350 പോയിൻറ്റ്സ് ഡൗൺ സൈഡിലായിരുന്നു നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. സോ ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. എന്തായാലും നമുക്ക് കിട്ടിയൊരു ചാൻസ് ബൈ സൈഡിലാണ്. സോ ബൈ എടുത്തിട്ടുണ്ട്. സോ എൻട്രിയുടെ റീസൺ ഞാൻ ഈ ഒരു പാറ്റേൺ കണ്ടിട്ടാണ് എൻ്റെ എൻട്രി ഞാൻ ടൈം ചെയ്തത് റൈറ്റ് ബിഫോർ ദ ബ്രേക്ക്ഔട്ട്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ഈ ഒരു ലെവലാണ് 6850 ആ ഒരു ലെവലിലാണ് ഞാൻ എൻട്രി നോക്കിയത്. പക്ഷേ കിട്ടിയില്ല. ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് തൊട്ട് മുന്നേ ഞാൻ എൻട്രി എടുത്തു. ബ്രേക്ക്ഔട്ട് വന്നു. ഇപ്പോൾ എന്തായാലും 1200 രൂപയ്ക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ട്രേഡ് എങ്ങനെ പോകുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇപ്പം ഏതാണ്ട് 1:1 മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, കുറച്ച് പോയിന്റും കൂടി മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റാവും. ഓക്കെ, 30 പോയിൻറ്റ്സ് മോർ. എന്തായാലും ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എൻട്രിയുടെ റീസൺ ഈ ഒരു ബ്രേക്ക്ഔട്ടായിരുന്നു. അപ്പോൾ റീസൺ നമ്പർ 1 എന്ന് പറയുന്നത് ഈ ഒരു ഹൈ വരെ ഞാൻ എടുത്ത സമയത്ത് ഹൈ വരെ നോക്കുവാണെങ്കിൽ ആ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് കറക്റ്റ് 0.5 ദാറ്റ്സ് റീസൺ നമ്പർ 1. പിന്നെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി. ഞാൻ എൻട്രി നോക്കിയത് ഈ ഒരു ലെവലിലാണ്, ഈ കറക്റ്റ് 0.5 ലെവലിലാണ് ഞാൻ എൻട്രി നോക്കിയത്. പക്ഷേ ആ സമയത്ത് എനിക്കൊരു എൻട്രി കിട്ടിയില്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. ഈ ഒരു ബ്രേക്ക്ഔട്ട് കൺഫേം ആവുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ എൻട്രി എടുത്തത്. സോ ആസ് ഓൾവേസ് നമ്മൾ ബ്രേക്ക്ഔട്ടിന് മുന്നെയാണ് എൻട്രി നോക്കുന്നത്. അപ്പം ബ്രേക്ക്ഔട്ടിന് മുന്നേ തന്നെ കിട്ടി. 6877 നമ്മൾ എൻട്രി എടുത്തത്. അത് റീസൺ നമ്പർ 1 ആണ്. ഈ ഒരു ഫ്ലാഗ് പാറ്റേൺ ഫിബ് 50% റീട്രേസ്മെൻറ്റ്. പിന്നെ ഡെയിലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ബജാജ് ഞാൻ ഇന്നലെ പറഞ്ഞ അതേ ഒരു സെറ്റപ്പാണ്. ബജാജ് ഒരു ട്രെൻഡ് ലൈനിലാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് 2000 രൂപ ലോസ് ആയിരുന്നു. ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈനിൽ കറക്റ്റ് സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇന്നലെ ഞാൻ ഷോർട്ട് പൊസിഷൻ ആയിരുന്നു. ഏതാണ്ട് ഈ ഒരു ലെവലിൽ ഷോർട്ട് ചെയ്താണ്. നമ്മൾ ഈ ഒരു ലെവലിൽ ഷോർട്ട് ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു പുൾ ഡൗൺ ആണ്. ഇന്നലത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരു പുൾ ബാക്ക് വന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് ഷോർട്ട് ചെയ്തത്. പക്ഷേ നടന്നില്ല. തിരിച്ചു പോയി ആ ഒരു കറക്റ്റ് ഞാൻ നേരത്തെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് സോണിൽ പോയി റെസിസ്റ്റൻസ് എടുത്തു. പക്ഷേ അപ്പോൾ ഇന്നെന്താ സംഭവിച്ചത്? ഇന്ന് കറക്റ്റ് ആ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തത് കാണാം രാവിലെ തന്നെ. ഓക്കെ, സോ ഇന്നലത്തെ ആ ഒരു മൂവ്മെൻറ്റ് ഇന്നാണ് സംഭവിച്ചത്. എന്തായാലും ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2500 അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ഇപ്പോൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളും എല്ലാം മാർക്കറ്റിലുണ്ട്. സോ ഇന്നലെ എനിക്ക് കമൻസ് ഒക്കെ കിട്ടിയായിരുന്നു. ന്യൂസ് ബേസ്ഡ് മാർക്കറ്റാണ്, ഭയങ്കര ഇമോഷൻ പ്രേ ആണ് നടക്കുന്നത്. ഇന്നലെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ചെയ്യരുത്, ന്യൂസ് നോക്കണം. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിങ്ങിൽ ഞാൻ ന്യൂസ് നോക്കാറേ ഇല്ല. ഞാൻ ഒട്ടും ബോധമായിട്ടല്ല ന്യൂസിനെ പറ്റിയിട്ട്. ഞാനൊരു സെറ്റപ്പ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈവൻ ഈ ഒരു സ്റ്റോക്കിൻ്റെ നല്ലൊരു റിസൾട്ട് പബ്ലിഷ് ചെയ്ത ദിവസമാണെങ്കിൽ തന്നെ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി എടുക്കും. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഡെയിലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് അല്ല. നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനൊരു അതിമോഹം എനിക്കില്ല. എനിക്ക് ഒരു എൻഡ് ഓഫ് ദ മന്ത് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ വീക്ക് പ്രോഫിറ്റബിൾ ആയാൽ മാത്രം മതി. എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്, എൻ്റെ ട്രേഡിങ്ങിൽ കൂടെ എനിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, ഞാൻ
ഒരു ലോങ് ടേം ടാർഗറ്റാണ്, ഒരു വർഷത്തിലേക്കാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ എൻ്റെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എനിക്കൊരു മാസം എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അത്രയും മാത്രം മതി എനിക്ക്. അതിൽ കൂടുതൽ എത്ര കിട്ടുന്നോ അതെല്ലാം ബോണസാണ്. ഓക്കെ, സോ ടെക്നിക്കലി മാത്രമാണ് ഞാൻ നോക്കുന്നത്, വേറെ ഒരു കാര്യം നോക്കത്തില്ല. ടെക്നിക്കൽ മാത്രം, പ്യൂർലി ടെക്നിക്കൽ ബേസ് ന്യൂസ് ഒന്നും എന്നെ ബോധർ ചെയ്യാറില്ല. സോ ഈവൻ തോ ഇപ്പം നല്ല പ്രോഫിറ്റാണ്. ഇപ്പോൾ എനിക്ക് 1:5 മേലെ റണ്ണിങ് ആണ്. എന്തായാലും ഇത് ചിലപ്പോൾ റിവേഴ്സ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം ഇതൊന്നും സേഫ് അല്ല. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ലൊരു ഫോളോ വരാം, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാം. സോ അതൊന്നും എന്നെ വറി ചെയ്യത്തില്ല. നമുക്കൊരു സെറ്റപ്പ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കത്തുള്ളൂ. ഇന്നൊരു നല്ല സെറ്റപ്പ് കിട്ടി, ഞാൻ ട്രേഡ് എടുത്തു. ബാക്കിയെല്ലാം ലെറ്റ് ഇറ്റ് പ്ലേ ഔട്ട്. നമുക്കതിൽ കുറേ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ന്യൂസും എല്ലാ കാര്യം ഫണ്ടമെൻറ്റൽസും എല്ലാം നോക്കി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന്. കാര്യം എല്ലാം കൂടി നോക്കിയിട്ടൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഓവർഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആണ്. ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അത് ഗുണം ചെയ്യത്തില്ല. സോ നമ്മുടെ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക, നമ്മളെ സിസ്റ്റം എന്താണോ അത് തന്നെ ഫോളോ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊന്നും നോക്കാതിരിക്കുക. സോ നിങ്ങളിപ്പോൾ ന്യൂസ് നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്, നിങ്ങൾ പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഫോളോ ചെയ്യുക. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ എന്ത് ചെയ്താലും എൻഡ് ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് നമുക്ക് പ്രോഫിറ്റ് ആയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഏത് സ്ട്രാറ്റജി ആണോ അത് യൂസ് ചെയ്യാം. സോ എന്തായാലും ഇപ്പോൾ അറൗണ്ട് 2000 rupees മേലെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഈ ട്രെയിൻ എങ്ങനെ പോകുന്നു അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ ഗൈസ്, ട്രേഡ് അവസാനിച്ചു. 1:2 കിട്ടി, 4025 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എക്സിറ്റ് ആയത് 78-ലാണ്. ഓക്കെ, കറക്റ്റ് 1:2. സോ ഒരു പ്രോപ്പർ ട്രേഡായിരുന്നു. ഈ ട്രേഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം എടുത്ത സമയത്ത് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. 1:2 എനിക്ക് ഇവിടെ കിട്ടിയതാണ്. പിന്നെ റിവേഴ്സായി നമുക്ക് ഒരു നമ്മുടെ കോസ്റ്റിൻ്റെ അടുത്തെത്തി. പിന്നെയും നല്ല മൂവ്മെൻറ്റ് കിട്ടി. 1:1 മേലെ ഇവിടെ കിട്ടി. പിന്നെയും റിവേഴ്സായി നമ്മുടെ കോസ്റ്റിൻ്റെ അടുത്തെത്തി. പിന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിൽ നിഫ്റ്റി നല്ല ഹ്യൂജ് റാലി തന്നിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഫില്ലിങ് നടക്കുകയാണ്. ഗ്യാപ്പ് ഫില്ലാവാൻ കുറച്ചും കൂടി ഒരു 50 points കൂടി മൂവ് ചെയ്താൽ മതി. എന്തായാലും ഫില്ലാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ നിഫ്റ്റി ഏതാണ്ട് 400 points ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇത്രയും നല്ലൊരു റാലി തന്നതിൻ്റെ റീസൺ ചിലപ്പം വല്ല ന്യൂസ് ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അത് ബോധേഡല്ല. ഞാൻ ട്രേഡ് ചെയ്യാൻ നേരത്ത് ഞാൻ ന്യൂസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ സ്റ്റൈൽ ഓഫ് ട്രേഡിങ്ങിൽ ന്യൂസ് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. സോ ഞാനൊരു നല്ല സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കും. നിഫ്റ്റിയുടെ കേസ് നിഫ്റ്റി എന്തുകൊണ്ടാണ് ഇത്രയും റാലി തന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ എക്സ്പ്ലനേഷൻ ഉള്ളൂ. എൻ്റെ ഈ അനാലിസിസ് ഇതായിരുന്നു. ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു 5 minute ടൈം ഫ്രെയിമിൽ. ബ്രേക്കൗട്ടായി, റീടെസ്റ്റ് ചെയ്തു, ഇവിടെ ഒരു ഫോൾസ് ബ്രേക്കൗട്ടായി, നല്ലൊരു മൂവ്മെൻറ്റ് വന്നു. ഇത്രയേ എനിക്കുള്ളൂ. ചിലപ്പോൾ ഗ്ലോബലി നല്ല പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരിക്കും വാർ റിലേറ്റഡ്. പക്ഷേ അത് ഞാൻ ബോധേഡല്ല. ഞാൻ ഒട്ടും തന്നെ ന്യൂസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. ഫുള്ളി ടെക്നിക്കലാണ്. ഞാൻ ഈ ഒരു ബ്രേക്കൗട്ടൊക്കെ കണ്ടിട്ടാണ് ഞാൻ എൻട്രി എടുത്തത്. ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഇത് നല്ലൊരു സപ്പോർട്ടാണ്. ഞാനിത് കുറേ നാൾക്ക് മുന്നേ നോട്ട് ചെയ്തൊരു സപ്പോർട്ടാണ്. എക്സാക്ട്ലി ആ സപ്പോർട്ടിലാണ് ഓപ്പൺ ചെയ്തത്. അതും എൻ്റെ ഒരു ബുള്ളിഷ് വ്യൂവിൻ്റെ റീസൺ ആയിരുന്നു. നിഫ്റ്റി ഓൾറെഡി ബുള്ളിഷ് ആണെന്ന് നമുക്ക് രാവിലെ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് മനസ്സിലാവും. ഇപ്പം ബജാജ് ഫിനാൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസിൻ്റെ ട്രേഡ് എടുക്കാനുള്ള റീസൺസ് ഞാൻ പറഞ്ഞു. നമ്മുടെ അനാലിസിസ് പ്രകാരം തന്നെ ഈ ട്രേഡ് പോയി. നമുക്ക് നല്ല പ്രോഫിറ്റായി 1:2 ബുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നലത്തെ ട്രേഡ് വീഡിയോ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജൊക്കെ അയച്ചായിരുന്നു. ഭയങ്കര ഗ്ലോബലി ബാഡ് ന്യൂസ് ഉള്ള സമയത്താണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, അപ്പം ഇമോഷൻസ് വെച്ചിട്ടാണ് ഈ മാർക്കറ്റ് ഡ്രൈവ് ചെയ്യുന്നതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഏത് സമയം നോക്കിയാലും മാർക്കറ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഇമോഷൻസ് തന്നെയാണ്. ഈ സപ്ലൈ ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത് ബേസിക്കലി ഇമോഷൻസ് ആണ്. അല്ലാതെ അവിടെ അങ്ങനെ ഒരു സോണൊന്നും ഇല്ല. നമ്മുടെ ഓരോരുത്തരുടെയും സൈക്കോളജി വെച്ചിട്ടാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ട്രേഡർ ആവണോ നമുക്ക് തന്നെ തീരുമാനിക്കാം. എനിക്ക് എന്തായാലും ഞാനൊരു പോസിറ്റീവ് സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബൈ എടുക്കും. എൻ്റെ സ്ട്രാറ്റജി അനുസരിച്ചിട്ടൊരു സെല്ലാണെന്നുണ്ടെങ്കിൽ ഞാൻ സെല്ല് ചെയ്യും. അതിൽ കൂടുതൽ ഞാൻ നോക്കാറില്ല. അതിൽ കൂടുതൽ കാറ്റലിസ്റ്റിൻ്റെ പുറകിലൊന്നും ഞാൻ പോകാറില്ല. എന്തായാലും ഈ ഒരു ട്രേഡ് വിൻ ചെയ്തു. ഇന്നലത്തെ ലോസ് നമുക്ക് ഇവിടെ റിക്കവറായി. എന്തായാലും ഈ മാസം ഞാൻ പ്രോഫിറ്റിൽ തന്നെയാണ്. ഈ മാസം കമ്പാരേറ്റീവ്ലി കഴിഞ്ഞ മാസം വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കും ഒരുപാട് ട്രേഡ് സെറ്റപ്സ് ഒന്നും കിട്ടിയിട്ടില്ല. വളരെ ഫ്യൂ ട്രേഡ് സെറ്റപ്സേ കിട്ടിയിട്ടുള്ളൂ.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കിട്ടിയെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.